ISLന്റെ രണ്ടാം ഘട്ട മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ഒഡീഷ FC അവരുടെ തട്ടകത്തിൽ തോൽപ്പിച്ചിട്ടില്ലെന്ന ചരിത്രം തിരുത്താനിറങ്ങി 1-നെതിരെ 2 ഗോളിന്റെ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. ആദ്യ പകുതിയിൽ 1 ഗോളിന്റെ ലീഡിൽ മുന്നിട്ട് നിന്ന ശേഷമാണ് രണ്ടാം പകുതിയിൽ 2 ഗോളുകൾ വഴങ്ങി ഒഡീഷയ്ക്ക് മുൻപിൽ ബ്ലാസ്റ്റേഴ്സ് അടിയറവ് പറഞ്ഞത്. ഒഡീഷ FC തങ്ങളുടെ കോട്ടയായ കലിംഗ സ്റ്റേഡിയത്തിൽ 4-3-3 എന്ന ഫോർമാറ്റിൽ ഇറങ്ങിയപ്പോൾ ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ 4-4-2 എന്ന സ്ഥിരം ഫോർമാറ്റിൽ തന്നെ കളത്തിലിറങ്ങി. സ്റ്റാർട്ടിംഗ് ലെവലിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇന്ത്യൻ യുവതാരങ്ങളുമായിട്ടാണ് ഇവാൻ യൂക്കോമനോവിച്ച് ബ്ലാസ്റ്റേഴ്സിനെ ഒഡീഷയ്ക്കെതിരെ ഇറക്കിയത്. എന്നാൽ മുന്നേറ്റ നിരയിൽ പ്രതീക്ഷിക്കാത്തൊരു പരീക്ഷണം നിഹാലിനെ ദിമിത്രിക്കൊപ്പം ഇറക്കി എന്നതാണ്. കളി തുടങ്ങി 11-ാം മിനിറ്റിൽ തന്നെ ബോക്സിനുള്ളിൽ നിന്നും നിഹാലിന്റെ ഒരു കിടിലൻ ക്രോസ് ദിമിത്രിക്കൊന്ന് കാല് വെച്ച് കൊടുക്കുകയേ വേണ്ടിയിരുന്നുള്ളൂ. ബ്ലാസ്റ്റേഴ്സ് 1 ഗോളിന് മുന്നിൽ. എന്നാൽ ആദ്യ കുറച്ച് മിനിറ്റിൽ കണ്ട ആവേശം പിന്നീട് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് കണ്ടില്ല. അലസമായി കളിക്കുന്ന ബ്ലാസ്റ്റേഴ്സിനെയാണ് കളിക്കളത്തിൽ കാണാൻ സാധിച്ചത്. ഈ അലസത മുതലാക്കി ഒഡീഷ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് ഗോൾ മുഖത്ത് പലതവണ ആക്രമണം നടത്തി. ആദ്യ പകുതി കഴിഞ്ഞതോടെ തീർത്തും മോശം പ്രകടനത്തിലേക്ക് കടന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് പിന്നീട് വലിയ വില കൊടുക്കേണ്ടി വന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ അലസത മനസ്സിലാക്കിയ ഒഡീഷ 2 വിങ്ങിലൂടെയും ആക്രമണം അഴിച്ചുവിട്ടു. മൗറീഷോയും അമ്മയും റോയി കൃഷ്ണയും പലതവണ ബ്ലാസ്റ്റേഴ്സ് ഗോൾ മുഖത്ത് വെല്ലുവിളി ഉയർത്തി. അതിനു ഫലമെന്നോണം 53-ാം മിനിറ്റിലും 57-ാം മിനിറ്റിലും റോയി കൃഷ്ണയുടെ കിടിലൻ ഹെഡറിലൂടെ ബ്ലാസ്റ്റേഴ്സിന്റെ വല കുലുക്കാൻ ഒഡീഷയ്ക്ക് സാധിച്ചു. 2 ഗോളുകളും റോയി കൃഷ്ണയെ പ്രോപ്പറായി മാർക്ക് ചെയ്യാതെ വിട്ടതിന്റെ പിഴവിലൂടെ വന്നതാണ്. 2-ൽ കൂടുതൽ ഗോളുകൾ ബ്ലാസ്റ്റേഴ്സ് വഴങ്ങേണ്ടി വന്നേനെ. എന്നാൽ ഗോൾ കീപ്പർ സച്ചിൻ സുരേഷിന്റെ മികച്ച സേവുകളാണ് 2-ൽ ഒതുക്കിയത്. ആദ്യ 10-20 മിനിറ്റുകൾ മാറ്റി നിർത്തിയാൽ സൂപ്പർ കപ്പിലെ അതേ മോശം പ്രകടനം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ കളിക്കളത്തിൽ പുറത്തെടുത്തത്. എന്തായാലും ഒഡീഷയുടെ തട്ടകമായ കലിംഗയിൽ ഒരു വിജയത്തിന് ഇനിയും കാത്തിരിക്കണം. തോൽവിയോടെ കേരള ബ്ലാസ്റ്റേഴ്സ് 13 മത്സരത്തിൽ നിന്നും 26 പോയിന്റുമായി 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.